ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ മോചിപ്പിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് മോചനത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ചെയർപേഴ്സണുമായ ഖാലിദ സിയെ ഏകകണ്ഠമായി മോചിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചത്. കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ്മാൻ, നാവിക വ്യോമസേനാ മേധാവികൾ, BNP, ജമാഅലെ ഇസ്മാലി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് മോചനത്തിന് തീരുമാനമെടുത്തത്. വിദ്യാർത്ഥി സമരത്തിനിടെ അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി പ്രസ്താവനയിൽ അറിയിച്ചു. 78-കാരിയായ ഖാലിദ സിയയ്ക്ക് 2018 അഴിമതി കേസിൽ 17 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീനയും മുൻ പട്ടാള ജനറലും ബംഗ്ലാദേശ് പ്രസിഡന്റുമായ ജനറൽ സിയ ഉർ റഹ്മാന്റെ ഭാര്യയായ ഖാലിദ സിയയും തമ്മിലെ പോരാട്ടമായിരുന്നു കുറെ കാലമായി ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയം. മുജീബുർ റഹ്മാനും സിയാവുർ റഹ്മാനും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇരുവരും ശത്രുക്കളായി മാറി. മുജീബുർ റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നട്ടെല്ലായിരുന്നു. പാർട്ടിയിൽ നിന്നും വിട്ടുപോയ ശേഷം പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചടക്കിയ ശേഷം സിയ ഉർ റഹ്മാൻ രൂപവൽക്കരിച്ച പാർട്ടിയാണ് BNP. കുറെ കാലമായി ഈ രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിക്കുകയായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ 4 തവണയായി BNP അധികാരത്തിൽ നിന്ന് പുറത്താണ്. അധികാരം ഷെയ്ഖ് ഹസീനയുടെ കൈപ്പിടിയിലായതോടെ ഖാലിദ സിയ വീട്ടുതടങ്കിലാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.